മക്കൾക്കുള്ള അപ്പം, നിനക്ക് അർഹതയില്ലെന്നൊക്കെ ചില തോന്നലുകൾ കർത്താവ് കൊടുക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. പക്ഷെ ആ സ്ത്രീ പരാജയപ്പെട്ടു പോകുന്നില്ല. ദൈവത്തിന്റെ മൗനത്തിന്റെ മുമ്പില്, അവഗണനയുടെ മുമ്പില്, അധിക്ഷേപത്തിന്റെ മുമ്പില് അവള് തളരാതെ പിന്നെയും കർത്താവിന്റെ പക്കലേക്ക് വരികയാണ്. അവളുടെ ഈ സജീവമായ വിശ്വാസത്തെ വിളിക്കപ്പെട്ടവരെന്ന് കരുതുന്ന ജനതയ്ക്ക് മുമ്പിൽ അനുഗ്രഹവും അടയാളമാക്കാനായിട്ടാണ് കർത്താവ് ഇപ്രകാരം കടത്തിവിടുന്നത്. അധിക്ഷേപിച്ചും തോന്നെടുത്ത് അനുഗ്രഹത്തിന്റെ വരമാരിയായിട്ട് ഈശോ മാറുകയാണ്. ശാസ്ത്രി പരാജയപ്പെടുന്നില്ല. അവള് പിന്നെയും പുറകെ കൂടി. എന്തുകൊണ്ടാണ്? താൻ വിളിച്ചപേക്ഷിക്കുന്നവന്റെ ഉള്ളെന്താണെന്ന് അവൾക്കറിയാമായിരുന്നു. താൻ ആരോട് നിലവിളിക്കുന്നുവോ, താൻ ആരോട് പ്രാർത്ഥിക്കുന്നുവോ, അവന്റെ ഹൃദയം എന്താണെന്ന് അവൾക്കറിയാമായിരുന്നു. ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം തരുന്നവൻ. നിങ്ങൾ വിളിക്ക്, ഞാൻ വിളി കേൾക്കാമെന്ന് യെരമ്യാ പ്രവാചകനിലൂടെ പറഞ്ഞു കൊടുത്ത ദൈവത്തിന്റെ മനഃശാസ്ത്രിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവള് പുറകോട്ട് മാറാതെ കർത്താവിന്റെ പുറകെ കൂടുകയാണ്. ആ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ മനസ്സറിയുന്ന ഒരാൾക്ക് മാത്രമേ തളരാതെ മുൻപോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയും, ദൈവം അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറയപ്പെടുമ്പോൾ സഫലമാകുന്നില്ലെന്നുള്ള ചില നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറയണം, ദൈവം അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഈശോ മിശിഹായിലൂടെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിയിരിക്കുന്നു.